ഇത്ര നല്ല രക്ഷകൻ മിത്രമാ തീർന്നതാണെന്റെ സൗഭാഗ്യമേ. പാത്രനാക്കി എന്നെ സ്തോത്രം ചെയ്തിടുവാൻ മാത്രത്തോറുമായ നാഥന്. പാത്രനാക്കി എന്നെ സ്തോത്രം ചെയ്തിടുവാൻ മാത്രത്തോറുമായ നാഥന്. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ചാൾസ് വർഗീസ് പുളിക്കീട് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. മോർണിംഗ് വോയിസിൻ്റെ ശ്രോതാക്കൾക്ക് വേഗം വരുന്ന ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തഭാഗം എടുത്തിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, മീക്ക്നെസ് ഈസ് വീക്ക്നെസ്. സൗമ്യത അശക്തിയുടെ തെളിവാണ് എന്ന്. ഒരു കുതിരയെ നാം ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ അവയുടെ കഴിവും ശക്തിയും ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ അതുല്യമാണ്. മനുഷ്യനിർമ്മിതമായ മോട്ടോറുകളുടെയും എഞ്ചിനുകളുടെയും ശക്തിയെ അളക്കുന്നത് കുതിരശക്തിയോട് തുലനം ചെയ്താണ്. ഈ അതിശക്തിയുള്ള കുതിരകളുടെ മേൽ അതിൻ്റെ യജമാനൻ കയറിയാൽ കുതിരയുടെ മുഴുവൻ നിയന്ത്രണവും ആ യജമാനൻ്റെ കയ്യിൽ ആയിരിക്കും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ തൻ്റെ ശക്തിയും തൻ്റെ കഴിവും എല്ലാം തന്നെ യജമാനൻ്റെ നിയന്ത്രണത്തിൽ മാത്രം. ഇതാണ് യഥാർത്ഥ സൗമ്യത. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് പല കഴിവുകളും പല രീതിയിലുള്ള ശക്തിയും അവന് നൽകിയിരുന്നു. എന്നാൽ സൗമ്യതയുള്ള ഒരു വ്യക്തി താൻ നേരിടുന്ന ഏത് പ്രശ്നത്തെയും ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിലും വചനത്തിൻ്റെ വെളിച്ചത്തിലും നേരിടുന്നു. പുറപ്പാട് പുസ്തകത്തിലെ മോശെ എന്ന ദൈവപുരുഷൻ ഇസ്രായേലിനായി ജനിച്ചെങ്കിലും ഫറവോൻ്റെ കൊട്ടാരത്തിൽ വളർന്നു. രാജകീയമായ അഭ്യാസവും കഴിവും ജ്ഞാനവും താൻ നേടി. ഒരിക്കൽ മോശ ഒറ്റയടിക്ക് മിസ്രൈമിനെ കൊന്നതായി ദൈവവചനം രേഖപ്പെടുത്തുന്നു. ഇത്രയ്ക്ക് ശക്തനായ മോശെ ദൈവത്തിൻ്റെ ജനത്തെ 40 വർഷം മരുഭൂമിയിൽ കൂടി നയിച്ചപ്പോൾ മുട്ടിന്മേൽ നിന്ന് കരയുന്ന മോശയെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ മുന്നിൽ ഇസ്രായേൽ ജനത്തിനു വേണ്ടിയും ഇസ്രായേൽ ജനത്തിൻ്റെ മുന്നിൽ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വരാതിരിക്കുവാൻ വേണ്ടി അവരോട് യാചിക്കുന്ന മോശെ. ഇതിനാലാണ് ദൈവം സംഖ്യാപുസ്തകം 12:3 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്: മോശെ എന്ന പുരുഷനോ ഭൂമിയിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു എന്ന്. 40 വർഷം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയ മോശെ പലപ്പോഴും ജനത്തിൻ്റെ പിറുവിറുപ്പ് കേൾക്കേണ്ടി വന്നു. അവരുടെ നിന്ന പരിഹാസം കേൾക്കേണ്ടി വന്നു. ചിലരൊക്കെ തന്നെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ തീരുമാനിച്ചു. മറ്റു ചിലർ തന്നെ വേണ്ട വേറൊരു നേതാവിനെ കണ്ടെത്തി നമുക്ക് തിരിച്ച് മിസ്രൈമിൽ പോകാം എന്ന് തീരുമാനിക്കുന്നു. എന്നാൽ അവരെ ഒരിക്കൽ പോലും കൈവിടാതെ തൻ്റെ സ്വന്തം ഇഷ്ടങ്ങളോ സ്വപ്നങ്ങളോ താല്പര്യങ്ങളോ മാനിക്കാതെ ഈ ജനത്തെ അവർക്ക് വാഗ്ദത്തം ചെയ്ത ദേശത്ത് എത്തിക്കുവാൻ അധ്വാനിച്ചു. ഇതാണ് മോശെ നമ്മെ പഠിപ്പിക്കുന്ന സൗമ്യത. ഇന്ന് പലപ്പോഴും മനുഷ്യർ സ്വന്തം ഇഷ്ടത്തിനും താല്പര്യത്തിനും അവരുടെ സ്വപ്ന സാഫല്യത്തിനും വേണ്ടി മറ്റുള്ളവരായി പിണങ്ങുവാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും മടിയില്ലാത്തവരാണ്. എന്നാൽ മോശെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സൗമ്യത തുടങ്ങുന്നത് സ്നേഹത്തിൽ നിന്നാണ്. സ്നേഹമുള്ളവർക്ക് മാത്രമേ സൗമ്യരായി നിൽക്കുവാൻ സാധിക്കത്തുള്ളൂ. ഒന്നാമത് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ ഉണ്ടാകണം. ദൈവസ്നേഹം ഉള്ളവർക്ക് മാത്രമേ സൗമ്യരായി ഇടപെടുവാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ ദൈവത്തിൻ്റെ സ്നേഹവും സൗമ്യതയും ഒരുപോലെ പഠിപ്പിച്ച നല്ലൊരു ഗുരുവാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിലിരുന്നവനാണ്. അവൻ സർവശക്തനും ഒരു വാക്കാൽ സർവവും മെനഞ്ഞവനാണ്. ആ കർത്താവായ യേശുക്രിസ്തു
നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചപ്പോൾ സ്വർഗം വിട്ട് മനുഷ്യനായി ഈ ലോകത്തിൽ ജനിച്ചവനാണ്. തൻ്റെ ഐഹിക ജീവിതം ഏറ്റവും കൂടുതൽ ചിലവാക്കിയത് പാപികളോടുകൂടെയും ചുങ്കക്കാരുടെ കൂടെയും ശമര്യരുടെ കൂടെയും അന്നത്തെ പാവപ്പെട്ട ജനത്തോടു കൂടിയും ആയിരുന്നു. രാജാതിരാജാവായ നമ്മുടെ കർത്താവായ യേശുവിന് തലചായ്പാൻ ഒരിടമില്ലായിരുന്നുവെന്ന് പറയുന്നത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സർവശക്തനായ ദൈവം ആണെങ്കിലും തൻ്റെ പുറം അടിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. തന്നെ പരിഹസിക്കുവാൻ, നിന്ദിക്കുവാൻ, അടിക്കുവാൻ, തൻ്റെ രോമം പറയ്ക്കുവാൻ വേണ്ടി അനുവാദം താൻ കൊടുത്തു. തൻ്റെ തലയിൽ ഒരു മുൾക്കിരീടം വെച്ച് ആഞ്ഞടിച്ചപ്പോഴും തൻ്റെ കൈകാലുകളിൽ ആണികൾ ആഞ്ഞടിച്ചപ്പോഴും ഒരു വാക്ക് പോലും മറുത്തു പറയുന്നില്ല. വേദനയാലും ദാഹത്താലും പിടയുമ്പോഴും അന്ന് ആ ക്രൂശിൽ കിടന്ന് മുഴിഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഇതാണ് കർത്താവ് നമ്മെ കാണിച്ചു തരുന്ന സൗമ്യത. ദൈവവിരോധികളും മത്സരികളുമായിരുന്ന നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാൻ വേണ്ടി തൻ്റെ അവസാന തുള്ളി രക്തം വരെയും ആ ക്രൂശിങ്കൽ ഒഴുക്കി തന്നു. സങ്കീർത്തനം 18:35 ഇങ്ങനെ പറയുന്നു: നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി എന്ന്. മരണത്തിൻ്റെ കഠോരമായ കരങ്ങളിൽ നരകത്തിൽ പതിക്കേണ്ട നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ മരിച്ചു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവനിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുക്കുന്നു. ഒരിക്കലും കിട്ടാത്ത ഒരു പദവി, ദൈവത്തിൻ്റെ മക്കൾ. ഒന്നും അല്ലാത്തവരായിരുന്ന നമ്മെ ദൈവം വലിയവരാക്കി തീർത്തു. ഈ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാമും സൗമ്യതയുള്ളവരായി തീരണം എന്നാണ്. സൗമ്യരായി വളരുവാൻ വേണ്ടി ദൈവവചനം ഓർമ്മിപ്പിക്കുന്ന 2 പടികൾ ഇങ്ങനെയാണ്. 1. നമ്മുടെ ആത്മീക ദാരിദ്ര്യം മനസ്സിലാക്കുക. സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ ജ്ഞാനം എന്നിലില്ലാതെ എനിക്ക് ഒന്നും തന്നെ സ്വയമേ ചെയ്യുവാൻ സാധിക്കത്തില്ല. യോഹന്നാൻ 15:5 ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സൗമ്യതയിൽ വളരുവാൻ 2ാമത്തെ പടി: ഇങ്ങനെയുള്ളവർ ദുഃഖിക്കേണ്ടവരാണ്. കർത്താവിനെ കണ്ടെത്താത്തവർക്ക് വേണ്ടി, പിന്മാറ്റത്തിലേക്ക് പോയവർക്ക് വേണ്ടി, നമ്മെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി ദുഃഖിച്ച് പ്രാർത്ഥിക്കേണ്ടവരാണ്. ഈ ചിന്തകളാൽ നാം ഓരോരുത്തരും ആത്മീകമായി സൗമ്യതയുള്ളവരായി വളരുവാനും ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.